ഹായ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അമാൽഗമേഷൻ. അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ അതിലധികമോ കമ്പനികൾ ഒന്നിച്ച് ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുകയോ അതല്ല എങ്കിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനീനെ പർച്ചേസ് ചെയ്യുകയോ ചെയ്യുന്നതിന് നമുക്ക് അമാൽഗമേഷൻ എന്ന് പറയാം. അപ്പോൾ അമാൽഗമേഷൻ ഈസ് യൂസ്ഡ് വെൻ ടു ഓർ മോർ എക്സിസ്റ്റിംഗ് കമ്പനീസ് ഗോയിങ് ടു ലിക്വിഡേഷൻ. ലിക്വിഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിർത്തുക. എന്നിട്ട് എ ന്യൂ കമ്പനി ഈസ് ഫോംഡ്. എന്നിട്ട് അവർ എന്ത് ചെയ്യും? അവർ രണ്ടുപേരും കൂടി ചേർന്നൊരു പുതിയ കമ്പനി ഫോം ചെയ്തിട്ട് ബാക്കി ആ നിർത്തിയ കമ്പനിയുടെ അസറ്റ് ലയബിലിറ്റീസും ഏറ്റെടുക്കും. അങ്ങനെ പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അമാൽഗമേഷൻ. അപ്പോൾ അമാൽഗമേഷൻ ഒന്ന് ഇൻ ദ നേച്ചർ ഓഫ് മെർജറും ഉണ്ട്, ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസും ഉണ്ട്. ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി മാത്രമേ ലിക്വിഡേറ്റ് ചെയ്യുള്ളൂ, എന്നിട്ട് മറ്റേ കമ്പനി ആ കമ്പനീനെ ഏറ്റെടുക്കും. ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പനിയും കൂടി എന്ത് ചെയ്യും? ലിക്വിഡേറ്റ് ചെയ്ത് അവർ രണ്ടുപേരും കൂടി ചേർന്ന് പുതിയൊരു കമ്പനി തുടങ്ങും. അപ്പോൾ അമാൽഗമേഷനിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്: അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ എക്സിസ്റ്റിംഗ് കമ്പനീസ് ആർ ട്രാൻസ്ഫേർഡ് ടു ന്യൂലി ക്രിയേറ്റഡ് കമ്പനി. ഓൾറെഡി ഉള്ള കമ്പനികളുടെ അസറ്റ് ലയബിലിറ്റീസും പുതിയ കമ്പനിയിലേക്ക് പോകും. അതുപോലെ ഓൾ ദ കമ്പൈനിങ് കമ്പനീസ് ലോസ് ദെയർ സെപ്പറേറ്റ് ഐഡൻറ്റി. കാരണം എന്താണ്? അവർ നിർത്താണ്, ഇനി അവരില്ല. അപ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി അവർക്ക് നഷ്ടപ്പെടും, അത് സർവൈവ് ചെയ്യില്ല. കാരണം ഇനി മുതൽ അത് പുതിയ കമ്പനിയാണ്. ദെൻ ദ ഓപ്പറേഷൻ ഓഫ് ലിക്വിഡേറ്റഡ് കമ്പനീസ് ആർ ക്യാരിഡ് ഓൺ ബൈ ന്യൂ കമ്പനി. ആ ലിക്വിഡേറ്റ് ചെയ്ത കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് ആരായിരിക്കും? പുതിയ കമ്പനിയായിരിക്കും. അതൊരു സിംഗിൾ ലീഗൽ എൻറ്റിറ്റി ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ നോക്കിയേ, സെഞ്ചൂറിയൻ ബാങ്കും ബാങ്ക് ഓഫ് പഞ്ചാബും ഇത് രണ്ടും കൂടി ലിക്വിഡേറ്റ് ചെയ്തിട്ട് പുതിയൊരു കമ്പനി തുടങ്ങി, സെഞ്ചൂറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബ് ലിമിറ്റഡ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ അമാൽഗമേഷൻ എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഈ കമ്പനിക്ക് ഇതിനെ ടേക്ക് ഓവർ ചെയ്യാം, അല്ലെങ്കിൽ ഈ കമ്പനിക്ക് ഇതിനെ ടേക്ക് ഓവർ ചെയ്യാം. അങ്ങനെ വന്നാലും അമാൽഗമേഷൻ അവിടെ നടക്കും. അത് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്. ദെൻ നെക്സ്റ്റ് അബ്സോർപ്ഷൻ. ഇപ്പം നമ്മൾ പറഞ്ഞ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസിൻ്റെ ഒരു ഫോമാണ് ഈ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ബിസിനസ് ഓഫ് വൺ ഓർ മോർ എക്സിസ്റ്റിംഗ് കമ്പനീസ് ഈസ് ടേക്കൺ ഓവർ ബൈ അനദർ എക്സിസ്റ്റിംഗ് കമ്പനി. ഓൾറെഡി ഉള്ള ഒരു എക്സിസ്റ്റിംഗ് കമ്പനി ഒന്നോ അതിലധികമോ എക്സിസ്റ്റിംഗ് കമ്പനിയുടെ ബിസിനസ് ഏറ്റെടുക്കുന്നതിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇപ്പോൾ ഒരു രണ്ട് കമ്പനി ലിക്വിഡേറ്റ് ചെയ്തു, മൂന്നാമത്തെ കമ്പനിയാണ് ആ കമ്പനികളെ ചിലപ്പോൾ ഏറ്റെടുക്കുക. അല്ലെങ്കിൽ ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്തു, എന്നിട്ട് അടുത്ത കമ്പനീനെ ഏറ്റെടുക്കും. അപ്പോൾ ഇവിടെ അമാൽഗമേഷനിൽ രണ്ട് കമ്പനിയും ലിക്വിഡേറ്റ് ചെയ്തെങ്കിൽ ഇവിടെ രണ്ട് കമ്പനിയും ലിക്വിഡേറ്റ് ചെയ്യുന്നില്ല, ഏറ്റെടുക്കുന്ന കമ്പനി അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കി. വൺ ഓർ മോർ എക്സിസ്റ്റിംഗ് കമ്പനീസ് ആർ ലിക്വിഡേറ്റഡ്. ഒന്നോ അതിലധികമോ എക്സിസ്റ്റിംഗ് കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്നു, എങ്കിൽ പോലും ഏറ്റെടുക്കുന്ന കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്നില്ല. ദെൻ ഓൺലി വൺ ഓഫ് ദ കമ്പനി സർവൈവ്. അതിൽ ഒരു കമ്പനി സർവൈവ് ചെയ്യും, കാരണം ഏറ്റെടുക്കുന്ന കമ്പനി സർവൈവ് ചെയ്യും, അവരുടെ ലീഗൽ എൻറ്റിറ്റി അതുപോലെ തന്നെ നിൽക്കും. ലിക്വിഡേറ്റ് ചെയ്യുന്നവരുടെ ലീഗൽ എൻറ്റിറ്റി വിട്ടുപോകും. ദെൻ അസറ്റ്സ് ലയബിലിറ്റീസും കമ്പൈനിങ് കമ്പനീസിൻ്റെ ആരുടെ സർവൈവിങ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കിയേ. ICICI ബാങ്ക് ലിമിറ്റഡും ബാങ്ക് ഓഫ് രാജസ്ഥാനും ഉണ്ട്. അപ്പോൾ ICICI ബാങ്ക് ലിമിറ്റഡ് എന്ത് ചെയ്തു? ബാങ്ക് ഓഫ് രാജസ്ഥാനെ ഏറ്റെടുത്തു. അപ്പോൾ ഇതിനകത്ത് ബാങ്ക് ഓഫ് രാജസ്ഥാൻ ലിക്വിഡേറ്റ് ചെയ്യും, ഇത് അതുപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. ഇതിൻ്റെ ലീഗൽ എൻറ്റിറ്റി പോകും, പക്ഷേ ഇതിൻ്റെ ലീഗൽ എൻറ്റിറ്റി അതുപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. ഇനി കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 എന്താ പറയുന്നത്? അമാൽഗമേഷനെ കുറിച്ചാണ്. അപ്പോൾ അതിനകത്ത് ബേസിക് ടേംസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൽ മെയിനായിട്ട് വരുന്നത് ട്രാൻസ്ഫറർ കമ്പനി. ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനീസ് ടു ബി അമാൽഗമേറ്റഡ്. ഏത് കമ്പനിയാണോ അമാൽഗമേറ്റ് ചെയ്തത്, അതായത് ഏത് കമ്പനിയാണോ നിർത്തി അത് ലിക്വിഡേറ്റ് ചെയ്ത് അതിൻ്റെ അസറ്റ് ലയബിലിറ്റീസ് മറ്റേ കമ്പനിക്ക് കൊടുത്തത്, ആ കമ്പനിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഫറർ കമ്പനി. അടുത്തത് ട്രാൻസ്ഫറി കമ്പനി. ഏത് പുതിയ കമ്പനിയിലേക്കാണാവോ ഈ കമ്പനി ലിക്വിഡേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് പുതിയ കമ്പനിയാണ് ഈ കമ്പനീനെ ഏറ്റെടുത്തത്, ആ കമ്പനിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഫറി കമ്പനി. അടുത്തത് ഫെയർ വാല്യൂ. ഫെയർ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് എമൗണ്ടിനാണോ ആ കമ്പനിയുടെ അസറ്റ് മറ്റേ കമ്പനി ഏറ്റെടുക്കുന്നത്, ആ വാല്യൂവിനെ നമ്മൾ എന്ത് പറയും? ഫെയർ വാല്യൂ.